കഴിഞ്ഞ ദിവസം നമ്മൾ എ എന്ന ഒരു ആൽഫബറ്റ് ഉപയോഗിച്ചിട്ട് ഒരു 10 വൊക്കാബുലറി പഠിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ പകുതിയിലേറെ പേരും അത് കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ ലിങ്ക് തരാം, നിങ്ങൾ പഠിക്കണം. കാര്യം ആ വാക്കുകൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പക്ഷെ അത് സെന്റൻസിലോട്ട് ആക്കുമ്പോൾ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചേർക്കേണ്ട കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വൊക്കാബുലറി അറിയാം, അതിന്റെ മീനിങ് അറിയാം, ഒക്കെ അറിയാം. പക്ഷെ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റുകൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അതിനെയും കൂടെ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അത്. നിങ്ങളത് കേൾക്കുക, പഠിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ബി എന്ന ഒരു ആൽഫബറ്റ് ആണ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇസഡ് വരെ പോവും. ബിയിലും ഞാൻ ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ പേപ്പറിൽ എഴുതി റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ എല്ലാം തന്നെ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള വൊക്കാബുലറി മാത്രമാണ് ഇതിലുള്ളത്. ബി എന്നതിൽ ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ. നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. എന്താണ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയും മനോഹരമായ എന്ന് നമ്മൾ പറയും, അല്ലെ? അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഒരു സെന്റൻസ് നിങ്ങളുടെ മനസ്സിലോട്ട് ഇപ്പൊ തന്നെ വരട്ടെ. ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ വോയിസ്. അവൾക്ക് നല്ല ഒരു വോയിസ് ഉണ്ട്. അപ്പൊ ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് വേർബ് ആണോ, നൗൺ ആണോ, ആഡ്ജക്റ്റീവ് ആണോ, ആഡ്വേർബ് ആണോ? ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ വോയിസ്. അതെന്താണ്? അത് അഡ്ജക്റ്റീവ് ആണ്. കാരണം ബ്യൂട്ടിഫുൾ വോയിസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. വോയിസിനെയാണ് നമ്മൾ ബ്യൂട്ടിഫുൾ എന്നാക്കിയത്. അപ്പൊ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ വോയിസ് എന്നതിൽ ബ്യൂട്ടിഫുൾ എന്നുള്ളത് എപ്പോഴും അഡ്ജക്റ്റീവ് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഇനി അതിന്റെ സിനോണിമസ്, അതിനെ പോലെ ഈ ബ്യൂട്ടിഫുൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 3 വാക്കുകൾ കൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്ന് പ്രിറ്റി. പ്രിറ്റി നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് സ്ത്രീകൾ സുന്ദരികളാണ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ പ്രിറ്റി എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ സിനോണിമസ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതേ അർത്ഥമല്ല, നമ്മൾ സെന്റൻസിൽ അതനുസരിച്ച് മാറ്റണം. അതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതേപോലെ ഒന്നാണ് ചാമിങ്, പിന്നെ ലവ്ലി. ഇത് 3ഉം നമുക്ക് ബ്യൂട്ടിഫുൾ എന്ന വാക്കിന് ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തതാണ് ബിഗ്. ബിഗ് നമുക്കറിയാം വലിയ എന്നാണ് അർത്ഥം. വലുത്, അതാണ് ബിഗ്. അപ്പോ ബിഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് പറ്റിയ വേറെ വാക്കുകൾ ഏതൊക്കെയാണ്? ഹ്യൂജ് ഉണ്ട്, വലിയ എന്ന് പറയാൻ. ലാർജ് ഉണ്ട്, എനോർമസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾക്ക് ഈ ബിഗ് എന്ന വാക്കിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ബിഗ് മാത്രമല്ല പഠിച്ചത്, അതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന 3 വൊക്കാബുലറി കൂടി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ, സെന്റൻസ് ആക്കി പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ ബിഗ് ഹൗസ്. ഇറ്റ് ഈസ് എ ബിഗ് ഹൗസ്. അപ്പൊ ബിഗ് ഇവിടെ എന്താണ്? ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. ബിഗ് ഹൗസ് അഡ്ജക്റ്റീവ് ആണ്. ബിഗ് ഒരു വേർബ് അല്ല, അഡ്ജക്റ്റീവ് ആണ്. ഇനി ബ്ലൂ. ബ്ലൂ നമുക്കറിയാം ഒരു കളറാണ്. നീല എന്ന ഒരു കളറാണ് ബ്ലൂ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അതിന് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുണ്ടോ, അതിന് സിനോണിമസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ തന്നെ പറയൂ. ഉണ്ട്. കാരണം അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നേവി, നമ്മൾ പറയുന്ന നേവി ബ്ലൂ അല്ലെ? ആ ബ്ലൂവിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായതാണ് നേവി ബ്ലൂ. അതേപോലെ നമ്മൾ പറയും ഇൻഡിഗോ. ഇൻഡിഗോ ബ്ലൂവും എന്താണ്? ഈ ബ്ലൂവിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായതാണ് സ്കൈ ബ്ലൂ. അപ്പൊ അതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ് ഇത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു വാക്ക് ബുക്ക്. ബുക്കിന് നമുക്കറിയാം പുസ്തകം എന്നാണ് അർത്ഥം. അപ്പൊ ഇതിനൊരു സിനോണിമസ് നിങ്ങൾ തന്നെ പറയൂ. വോളിയം, ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്. ഇതെല്ലാം ബുക്ക് എന്ന് പറയുന്നതിനെ ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബുക്ക് എന്താണ്? അഡ്ജക്റ്റീവ് ആണോ, ആഡ്വേർബ് ആണോ, വേർബ് ആണോ, നൗൺ ആണോ? ബുക്ക് എന്നുള്ളത് നൗൺ ആണ്. ഇനി ബിൽഡ്. ബിൽഡ് എന്താണ്? ഒരു വേർബ് ആണ്. കാരണം നമ്മളിങ്ങനെ വീടൊക്കെ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വീടൊക്കെ പണിയാം. അപ്പൊ അത് നിർമ്മിക്കുക അല്ലെങ്കിൽ പണിയുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ബിൽഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ദേ പ്ലാൻ ടു ബിൽഡ് എ ന്യൂ ഹൗസ്. അവര് പുതിയൊരു വീടൊക്കെ പണിയാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുകയാണ്, പദ്ധതി ഇടുകയാണ്. ദേ പ്ലാൻ ടു ബിൽഡ് എ ന്യൂ ഹൗസ്. പദ്ധതി ഇടാറുണ്ട്, പദ്ധതി ഇടുന്നു.
അപ്പോ ഈ ബിൽഡ് എന്ന വാക്കിന് പറ്റിയ 3 വാക്കുകൾ നിങ്ങൾ പറയൂ. കൺസ്ട്രക്ട്, ക്രിയേറ്റ്, ഡെവലപ്പ് അല്ലെ? കൺസ്ട്രക്ട്, ക്രിയേറ്റ്, ഡെവലപ്പ്. അപ്പൊ ഇത് 3 കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് ബിൽഡ് എന്ന വാക്കിനോട് പാരലായിട്ട് നിൽക്കുന്ന വേറൊരു വാക്കാണ് ഇത്. ഇനി ബൈ. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. ഇതെന്താണ്? വേർബാണ്. അപ്പോ അതിന് സിനോണിമസ് എന്താണ്? പർച്ചേസ്, വാങ്ങുക. ഗെറ്റ്, ഒബ്റ്റെയിൻ. പർച്ചേസ്, ഗെറ്റ്, ഒബ്റ്റെയിൻ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കില്ല. ഇപ്പൊ കുട്ടികൾക്ക് ഞങ്ങളുടെ ജില്ലയിലൊക്കെ അവധിയാണ്. എൻ്റെ മക്കൾ നിലയിൽ ഓടി നടക്കുന്നുണ്ട്. ഞാൻ അതാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നത്. അപ്പോൾ പർച്ചേസ്, ഗെറ്റ്, ഒബ്റ്റെയിൻ ഇത് നമുക്ക് ബൈ എന്ന വാക്കിന്റെ സിനോണിമസ് ആയിട്ട് അല്ലെങ്കിൽ അതേപോലെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ബിഗിൻ. ബിഗിൻ എന്ന് പറഞ്ഞാൽ ഒരു വേർബാണ്. അതിന്റെ അർത്ഥം എന്താണ്? ആരംഭിക്കുക അല്ലെങ്കിൽ തുടങ്ങുക എന്നാണ് അർത്ഥം. ആരംഭിക്കുക അല്ലെങ്കിൽ തുടങ്ങുക. അപ്പോൾ നിങ്ങൾ പറയൂ അതിന് പറ്റിയ 3 വാക്ക്. ബിഗിൻ, സ്റ്റാർട്ട്, ലോഞ്ച്, കൊമൻസ്. സ്റ്റാർട്ട്, ലോഞ്ച്, കമൻസ്. ഇത് എന്താണ്? ഈ ബിഗിൻ തുടങ്ങുക എന്ന വാക്കിന്റെ പാരലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദ മൂവി വിൽ ബിഗിൻ അറ്റ് 7 PM. ദ മൂവി വിൽ ബിഗിൻ അറ്റ് 7 PM. ദെൻ ബ്രേവ്. ബ്രേവ് എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ള. ഹി ഈസ് എ ബ്രേവ് സോൾജിയർ. നല്ല ധൈര്യശാലിയായ ഒരു പട്ടാളക്കാരനാണ്. ധീരനായ ഒരു യോദ്ധാവാണ്. ധീരൻ അല്ലെ? ധൈര്യശാലി. ബ്രേവ് എന്ന് പറഞ്ഞാൽ ധൈര്യശാലി. അപ്പൊ അതിന് പറ്റി നമുക്കറിയാം. പറ്റിയ വാക്കുകൾ ഏതൊക്കെയാണ്? ബോൾഡ് ഉണ്ട് അല്ലെ? ബോൾഡ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബോൾഡ്. പിന്നെ പേടിയില്ലാത്ത, ഫിയർലെസ്, പിന്നെ ഇന്റർപ്റ്റ്. ഇതെല്ലാം നമ്മൾ ബ്രേവ് എന്ന വാക്കിന് ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇനി ബാലൻസ്. ബാലൻസ് എന്താണ്? നമ്മൾ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തുലനം ചെയ്യുക അല്ലെങ്കിൽ അതിനെ സന്തുലിത അവസ്ഥയിൽ നിർത്തുക എന്നതിനെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുന്നത്. ബാലൻസ് ചില സമയത്ത് നൗണും ചിലപ്പോൾ അത് വേർബുമായി നിൽക്കും. ബാലൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളത് വേർബായിട്ട് മാത്രം അതിനെ കൺസിഡർ ചെയ്യരുത്. ചില സെന്റൻസുകളിൽ അത് വേർബായിരിക്കാം, ചില സെന്റൻസുകളിൽ അത് നൗൺ ആയിരിക്കാം. അപ്പൊ അതിന് പാരലായിട്ട് വരുന്ന സ്റ്റെബിലിറ്റി, ഹാർമണി, പ്രൊപ്പോർഷൻ. സ്റ്റെബിലിറ്റി, ഹാർമണി, പ്രൊപ്പോർഷൻ. ഇങ്ങനെ നമുക്കതിനെ പറയാൻ കഴിയും. ഇത് 3ഉം അതിനോട് പാരലായിട്ട് നിൽക്കുന്നതാണ്. ഇനി ബിഹേവ്. ബിഹേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വേർബാണ്. കാരണം അത് പെരുമാറ്റമാണ്. പെരുമാറുക എന്നുള്ളതാണ് ബിഹേവ് എന്ന വാക്കിന്റെ അർത്ഥം. പ്ലീസ് ബിഹേവ് യുവർ സെൽഫ്. ഇത് നിങ്ങൾ മനസ്സിലങ്ങോട്ട് കാണാപ്പാടം പഠിച്ചു വെക്കുക. പ്ലീസ് ബിഹേവ് യുവർ സെൽഫ്. നന്നായിട്ട് പെരുമാറുക. പെരുമാറുക. അപ്പൊ അതിനെ നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ആക്ട് അല്ലെ? ആക്ട്, റിയാക്ട്, പെർഫോം എന്നൊക്കെ പറയാൻ പറ്റും. ആക്ട്, റിയാക്ട്, പെർഫോം. ഇനി ബോറോ. നമ്മൾ കടം വാങ്ങുക. കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ ഈ പൈസ കടം വാങ്ങുന്ന ഒരു അവസ്ഥ മാത്രമല്ല ബോറോ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാൻ ഐ ബോറോ യുവർ പെൻ? ക്യാൻ ഐ ബോറോ യുവർ പെൻ? അപ്പോൾ നിങ്ങളുടെ പേന എനിക്കൊന്ന് കടം തരുമോ? നമ്മളിങ്ങനെ പേന കൊടുക്കണം. അല്ലാണ്ട് പൈസ മാത്രം കടം വാങ്ങുക എന്നുള്ളതല്ല ഈ ബോറോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇന്ന് ബി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. പക്ഷേ ഇതിന് പറ്റുന്ന വാക്കുകൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നമ്മൾ 30 ദിവസം കൊണ്ട് എല്ലാ ദിവസവും 10 വൊക്കാബുലറി വെച്ചാകുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. നിങ്ങളുടെ കയ്യിൽ എത്ര കളക്ഷൻ ആകും? വൊക്കാബുലറി മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുക, അതിന്റെ സിനോണിമസ് ഉണ്ടാവും, സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, നൗൺ ആണോ, വേർബാണോ, അഡ്ജക്റ്റീവ് ആണോ, മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേട്ടേ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൊക്കാബുലറി ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ ബുക്ക് എനിക്ക് അറിയുന്നതാണല്ലോ, ഞാൻ എഴുതുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എഴുതണം. എഴുതിയിട്ട് അതിന്റെ സിനോണിമസും കൂടെ നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ. അപ്പോൾ എന്നെ ഇപ്പോൾ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഞങ്ങൾ ആദ്യം മുതലുള്ള ക്ലാസ് കണ്ടത്? നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരിക്കും അത് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പ്ലേലിസ്റ്റ് എടുക്കാം. നിങ്ങൾ ആദ്യം പ്ലേലിസ്റ്റ് എടുത്തിട്ട് അതിൽ
പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ആദ്യമായി തന്നെ കിടപ്പുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അത് പഠിക്കുക. അതിൻ്റെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് 12 ദിവസം കൊണ്ട് ഗ്രാമർ പഠിക്കാം അങ്ങനെ എന്തോ കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ടെൻസസ് കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾ പഠിക്കാം. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുന്നത് വെച്ച് നോക്കുക. പക്ഷെ ഇത് രണ്ടുമാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം. ഇനി നിങ്ങൾക്ക് സംശയമില്ലല്ലോ, ഇനി അതൊന്ന് ഓർഡർ ആക്കി തരുമോ, നമ്പർ ഇട്ട് തരുമോ എന്നൊന്നും ചോദിച്ചാൽ അത്രയും പോസിബിൾ അല്ല അതൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്ന പോലെ നിങ്ങൾ അപ്പോൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ദിവസം ഓരോന്നായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കേട്ട് പഠിക്കാം. പിന്നെ മറ്റൊന്ന്, സംസാരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പറും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ഞാൻ എപ്പോഴും പറയണത് പോലെ നിങ്ങൾ ജോലി ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവരാണ്, പക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നുമില്ല, പക്ഷെ ഇംഗ്ലീഷ് പഠിക്കുകയും വേണം, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എൻ്റെ ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സും വേണമെന്നുള്ളവരുണ്ട് എങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.